നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി പുരോഗമിക്കുകയാണല്ലോ. അതിൻ്റെ സൂപ്പർ ലീഗിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളതൊക്കെ BCCI അറിയിച്ചു കഴിഞ്ഞു. നമ്മൾ ആ പോരാട്ടങ്ങളുടെ ഒരു ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാ SMATയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. ഒരു ടീമിലേക്ക് താരങ്ങൾ എടുക്കാത്തതിൻ്റെ പേരിൽ ആ താരങ്ങൾ കോച്ചിനെ പോയി അടിച്ചു പരത്തി, ബാറ്റ് കൊണ്ടടിച്ചു. ഹോസ്പിറ്റലൈസ്ഡ് ആണ്. 20 സ്റ്റിച്ചുകളുണ്ട്. ഷോൾഡർ പൊട്ടിയിരിക്കുന്നു. ഏതായാലും FIR ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ടാണ് നമ്മളിതിന് ആധാരമായിട്ട് എടുക്കുന്നത്. പക്ഷേ ഹിന്ദുസ്ഥാൻ ടൈംസ് മാത്രമല്ല, എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അണ്ടർ-19 കോച്ച് S വെങ്കട്ടരാമനെയാണ് ഇപ്പോൾ അടിച്ച് പരത്തിയിരിക്കുന്നത്. പുതുച്ചേരി സ്ക്വാഡിൽ താരങ്ങൾ എടുക്കാത്തതിൻ്റെ പേരിലാണ് ചില താരങ്ങൾ ഇങ്ങനെ പഞ്ഞിക്കിട്ടിരിക്കുന്നത്. അതായത് പുതുച്ചേരി എന്ന് പറയുമ്പോൾ പോണ്ടിച്ചേരി ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് പോണ്ടിച്ചേരി, അതായത് CAPയുടെ അണ്ടർ-19 ഹെഡ് കോച്ചാണ് S വെങ്കട്ടരാമൻ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം 3 ലോക്കൽ ക്രിക്കറ്റേഴ്സ് അടിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സീനിയർ സ്ക്വാഡിലേക്ക് തങ്ങൾ എടുക്കാതിരിക്കാൻ കാരണം S വെങ്കട്ടരാമനാണ് എന്നാണ്. S വെങ്കട്ടരാമൻ പഴയ CAPയുടെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞാൽ ഫോർമർ സെക്രട്ടറിയാണ്. CAPയുടെ ഫോർമർ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. 20 സ്റ്റിച്ചുകളുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ ഫ്രാക്ചർ ഉണ്ട്. ഈ അറ്റാക്ക് സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു 11 AM ഇൻഡോർ നെറ്റ്സിൽ വെച്ച്, അതായത് CAP കോംപ്ലക്സിൻ്റെ ഇൻഡോർ നെറ്റ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു അടി കിട്ടിയിരിക്കുന്നത്. ഇത് FIR ഇട്ടിരിക്കുകയാണ്. സേതാർപേട്ട് പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ. സബ് ഇൻസ്പെക്ടർ രാജേഷ് ശക്തമായിട്ടുള്ള അടി കിട്ടിയിട്ടുണ്ട് വെങ്കട്ടരാമന് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇതിൽ പറയുന്നത് വെങ്കട്ടരാമന് 20 സ്റ്റിച്ചുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോർഹെഡിലുണ്ട്, അതായത് തലയുടെ ഭാഗത്തുണ്ട്, ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ സ്റ്റേബിളാണ്. പിന്നെ ഈ പ്ലെയേഴ്സ് അബ്സ്കോണ്ടിങ് ആണ്. ഈ അടിച്ച താരങ്ങൾ അബ്സ്കോണ്ടിങ് ആണ്. അവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ പുറത്തുവിടാൻ പറ്റും എന്നാണ് സബ് ഇൻസ്പെക്ടർ രാജേഷ് കൺഫേം ചെയ്തിരിക്കുന്നത്. പോലീസ് കംപ്ലയിൻറ്റിൽ വെങ്കട്ടരാമൻ പറയുന്നത് 3 ലോക്കൽ പ്ലെയേഴ്സ്, ഒരാൾ സീനിയർ ക്രിക്കറ്ററായിട്ടുള്ള കാർത്തികേയൻ ജയസുന്ദരമാണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് പ്ലെയേഴ്സ് A അരവിന്ദരാജും അതുപോലെ സന്തോഷ് കുമാരനുമാണ് തന്നെ ആക്രമിച്ചത് എന്നാണ് വെങ്കട്ടരാമൻ്റെ ആ ഒരു പരാതിയിലുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. G ചന്ദ്രൻ, അദ്ദേഹം ഭാരതിദാസൻ പോണ്ടിച്ചേരി ക്രിക്കറ്റേഴ്സ് ഫോറത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ G ചന്ദ്രനാണ് താരങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് പിരികയറ്റി വിട്ട് തനിക്കെതിരെ തിരിച്ചത്. അതുകൊണ്ടാണ് താരങ്ങൾ തന്നെ ആക്രമിച്ചത് എന്നുകൂടി ഇപ്പോൾ വെങ്കട്ടരാമൻ തൻ്റെ ആരോപണത്തിൽ ഉന്നയിച്ചിരിക്കുകയാണ്, കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. സോ കംപ്ലയിൻറ്റ് അനുസരിച്ച് പ്ലേയേഴ്സ് കോച്ചുമായിട്ട് T20 സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ പേരിൽ തർക്കമുണ്ടായി. അപ്പം അരവിന്ദരാജ് തന്നെ പിടിച്ചു കൊടുത്തു. കാർത്തികേയന് സന്തോഷ് കുമാറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാറ്റ് എടുത്ത് തന്നെ കൊല്ലണമെന്ന ഉദ്ദേശത്തിൽ ആക്രമിച്ചു. അവരെന്നെ അടിച്ചു. എന്നിട്ട് ചന്ദ്രനാണ് തങ്ങളോട് പറഞ്ഞത് തന്നെ കൊന്നാൽ മാത്രമേ ഇനി ടീമിൽ തങ്ങൾക്ക് അവസരം കിട്ടൂ എന്ന് ചന്ദ്രൻ പറഞ്ഞതായിട്ട് അടിച്ചവരെന്നോട് പറഞ്ഞു എന്നുകൂടി ഇപ്പോൾ വെങ്കട്ടരാമൻ്റെ മൊഴിയിൽ പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഭാരതിദാസൻ പോണ്ടിച്ചേരി ക്രിക്കറ്റേഴ്സ് ഫോറം ഈ ഒരു ആരോപണം എന്തായാലും ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത്, അവരുടെ പ്രസിഡന്റ് സെന്തിൽ കുമാരൻ പറയുന്നത്, വെങ്കട്ടരാമന് ഒരുപാട് കേസുകൾ ഓൾറെഡി അയാൾക്കെതിരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ താരങ്ങളോട് എപ്പോഴും മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക, റൂഡായിട്ട് പെരുമാറുക, അങ്ങനെയൊക്കെയുള്ള ആളാണ് വെങ്കട്ടരാമൻ. പിന്നെ ചന്ദ്രനെതിരെയുള്ള അയാളുടെ ഗ്രഡ്ജ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് പലവട്ടം BCCIക്ക് ഞങ്ങൾ കഴിഞ്ഞ 7 വർഷത്തിനിടക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തെറ്റായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ചന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഏതായാലും ഇപ്പോൾ ഭാരതിദാസൻ പോണ്ടിച്ചേരി ക്രിക്കറ്റേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് സെന്തിൽ കുമാരൻ പറയുന്നത്. ഇതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു കാര്യം, സിസ്റ്റമാറ്റിക് മാനിപ്പുലേഷൻ CAPയിൽ നടക്കുന്നുണ്ട്. അതായത് പോണ്ടിച്ചേരി ബോൺ ക്രിക്കറ്റേഴ്സിന് അധികം കളിക്കാൻ അവസരം കൊടുക്കുന്നില്ല, പകരം ഔട്ട് സ്റ്റേഷൻ പ്ലെയേഴ്സിനെ സ്ക്വാഡിലേക്ക് എടുക്കുന്നു. ആകെ 5 പോണ്ടിച്ചേരി ബോൺ ക്രിക്കറ്റേഴ്സ് മാത്രമാണ് 2021 മുതൽ രഞ്ജി ട്രോഫി
ഗെയിംസിൽ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു സ്കാം നടക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. ഈ ഫൈൻഡിങ്സ് BCCIയുടെ സെക്രട്ടറി ദേവജിത്ത് സൈക്കിയയുടെ ശ്രദ്ധയിൽപ്പെട്ടതുമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കവെയാണ് ഇപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു അടിപൊട്ടലും സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.